ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൽ എന്ത് തരം അട്ടിമറികളാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതറിയാനായിട്ട് ജനങ്ങൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ത്രികോണ പോരാട്ടങ്ങൾ വളരെ കടുത്ത രീതിയിൽ നടക്കാൻ സാധ്യതയുള്ള പല മണ്ഡലങ്ങളും കേരളത്തിൽ നിലവിലുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം. LDF, UDF, BJP തമ്മിലുള്ള ഒരു ജീവൻ മരണ പോരാട്ടമായി മാറുന്ന ഒരു തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും പല അട്ടിമറികളും സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലായിട്ട്, പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ്. പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന തെരഞ്ഞെടുപ്പ്. ദേശീയ സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, കണക്കുകളൊക്കെ തന്നെ പുറത്തു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്ത് തരം അട്ടിമറികളാണ് കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ എന്താണ് ഇത്തവണ സംഭവിക്കാൻ പോകുന്ന അട്ടിമറി എന്നാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ വോട്ട് ശതമാന കണക്ക് നോക്കുമ്പോൾ തന്നെയും 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും ഒരു ത്രികോണ പോരാട്ടം നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒരു മണ്ഡലമായിട്ട് കാട്ടാക്കട കൂട്ടാമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാട്ടാക്കടയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ചായ്വുള്ള, അല്ലെങ്കിൽ ഇടതുപക്ഷം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടർച്ചയായി വിജയിച്ചു വരുന്ന ഒരു സ്ഥലം തന്നെയാണ് കാട്ടാക്കട എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഈ പറയുന്ന തോതിൽ BJPക്കായാലും കോൺഗ്രസിനായാലും അവരുടേതായിട്ടുള്ള സ്വാധീനമുണ്ട് എന്നുള്ളതും, വോട്ട് ശതമാന കണക്ക് നോക്കുമ്പോഴത്തേക്കും വളരെ കടുത്ത മത്സരം കാഴ്ചവെക്കാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതും വ്യക്തമാവുന്ന ഒരു സിറ്റുവേഷനാണ്. നമുക്ക് കാട്ടാക്കടയിലെ ഒരു കണക്ക് നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെ, അതായത് പഴയകാല ചരിത്രം നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്താണ് കാട്ടാക്കടയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ എന്ത് തരം അട്ടിമറികളൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അതിൽ നമുക്ക് 2011 കണക്ക് തന്നെ നോക്കാം. 2011 കാട്ടാക്കടയിൽ വിജയിച്ചിരിക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് N ശക്തനാണ് അവിടെ വിജയിച്ച് കയറിയിരിക്കുന്നത്. 52,368 വോട്ടുകൾ നേടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 44% വോട്ടുകൾ. അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തിയത് സ്വതന്ത്രനായിട്ട് ഇടതുപക്ഷ പിന്തുണയോടുകൂടി മത്സരിച്ച MP ജയദലിയാണ്. 39,452 വോട്ടുകളാണ് അദ്ദേഹം അവിടെ നേടിയത്. ഏകദേശം 33% വോട്ടുകൾ. അവിടെ BJP 3-ാം സ്ഥാനത്തായിരുന്നു. PK കൃഷ്ണദാസ് ആയിരുന്നു അന്ന് അവിടെ മത്സരിച്ചത്. 22,550 വോട്ടുകൾ അദ്ദേഹം അന്ന് അവിടെ നേടി. 19% വോട്ടുകൾ. ഇത് 2016 വന്നപ്പോഴത്തേക്കും അട്ടിമറി സംഭവിച്ചു. അവിടെ ഇടതുപക്ഷം വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. CPIM വിജയിച്ചു. IB സതീഷാണ് വിജയിച്ചത്. 51,614 വോട്ടുകൾ, 35%-ലേറെ വോട്ടുകൾ നേടി. അവിടെ INC കോൺഗ്രസ് N ശക്തൻ 2-ാം സ്ഥാനത്തേക്ക് പോയി. 50,765 വോട്ടുകളായിരുന്നു, 35%-ലധികം വോട്ടുകൾ. അവിടെ BJP PK കൃഷ്ണദാസ് തന്നെയായിരുന്നു മത്സരിച്ചത്. അദ്ദേഹം അവിടെ 38,700 വോട്ടുകളോളം അവിടെ നേടി. ഏകദേശം 27% അടുപ്പിച്ച് വോട്ടുകൾ അദ്ദേഹം അവിടെ സ്വന്തമാക്കിയിരിക്കുന്നു. അവിടെ അന്ന് ജയിച്ചത് ഇടതുപക്ഷമായിരുന്നു. ഇത് 2021 വരുമ്പോഴത്തേക്കും അവിടെയും ഇടതുപക്ഷമാണ് വിജയിച്ചിരിക്കുന്നത്. അതായത് 2021 CPIM വീണ്ടും വിജയിച്ചു. IB സതീഷ് ആയിരുന്നു. 66,293 വോട്ടുകൾ അദ്ദേഹം അവിടെ നേടി. 45%-ലധികം വോട്ടുകൾ. അവിടെ INC മത്സരിച്ചത് മലയൻകീഴ് വേണുഗോപാലായിരുന്നു. 43,062 വോട്ടുകൾ, 29%-ലധികം വോട്ടുകൾ. BJP PK കൃഷ്ണദാസ് തന്നെയായിരുന്നു. 34,642 വോട്ടുകൾ, 24%-ഓളം വോട്ടുകളായിരുന്നു നേടിയത്. ഇത് 2021 കണക്കാണ്. അപ്പോൾ ആ ഒരു കൃത്യമായിട്ടുള്ള കണക്ക് വ്യക്തമാണ്. എന്താണ് കാട്ടാക്കടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ തീർച്ചയായിട്ടും നിലവിൽ ഇടതുപക്ഷ MLA ആണ് അവിടെ നിലവിലുള്ളത്. പക്ഷേ ഇത് 2026 ആകുമ്പോഴത്തേക്കും എന്ത് അട്ടിമറിയാണ് കാട്ടാക്കട പോലുള്ള ഒരു സ്ഥലത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ തന്നെ 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കണക്ക് നോക്കുമ്പോഴത്തേക്കും കാട്ടാക്കടയിൽ വലിയൊരു അട്ടിമറിയാണ് സംഭവിച്ചതെന്ന് പറയുന്നത്. അതായത് അവിടെ UDF 3-ാം സ്ഥാനത്തേക്ക് പോവുകയും അവിടെ BJP വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ തീർച്ചയായിട്ടും 2024 BJP വോട്ട് ശതമാനം വളരെ വലിയ തോതിൽ ഉയരുകയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് 2026 സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. ഇതിൽ തീർച്ചയായിട്ടും പുറത്തു വന്നിരിക്കുന്ന സർവേ റിസൾട്ട് പ്രകാരം കാട്ടാക്കടയിൽ
വളരെ വലിയ തോതിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അതായത് BJP LDF UDF തമ്മിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് LDF വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. BJP UDF വോട്ടുകൾ പരമാവധി കൂടാനായിട്ടുള്ള സാധ്യതയും നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നു. അതായത് കഴിഞ്ഞ 2021 അവിടെ LDF ആണ് വിജയിച്ചതെങ്കിൽ ഇത്തവണ അതത്ര എളുപ്പമായിരിക്കത്തില്ല എന്ന് തന്നെയാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അവിടെ തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം മാത്രമാണ് അവിടെ ഇടതുപക്ഷത്തിന് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്നാൽ തൊട്ടു പിന്നിലായിട്ട് INCയും BJPയും ഉണ്ട് എന്നുള്ളതും വ്യക്തമാണ്. അതായത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വോട്ട് മറിയാനായിട്ടുള്ള സാധ്യതയാണ് കാട്ടാക്കടയിൽ നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. ഈ വോട്ടുകൾ UDFിലേക്ക് ചെന്നെത്തുമോ BJPയിലേക്ക് ചെന്നെത്തുമോ എന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ INCക്ക് കോൺഗ്രസ്സിന് സാധ്യത ഉണ്ട് എന്നുള്ളതും എടുത്തു പറയണം. BJP സംബന്ധിച്ചിടത്തോളം ആയാലും BJPക്കും നിലവിലത്തെ സാഹചര്യത്തിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അവിടെ ഒരു നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം മാത്രമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ കാണുന്നത്. അത് മാറി മറിയാനായിട്ടുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നുണ്ട്. സർവേ റിസൾട്ട് വെളിപ്പെടുത്തുന്നത് പ്രകാരമാണെങ്കിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി ലഭിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് വോട്ടുകൾ പരമാവധി കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അത് INCയിലേക്കും BJPയിലേക്കും ചെന്നെത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും. പക്ഷേ അത് ഒരു തോൽവിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാക്കുന്നു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം ഇടതുപക്ഷത്തിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. പക്ഷേ അത് തകിടം പറയാനായിട്ടുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നുണ്ട്. അതായത് ഒരു കടുത്ത ത്രികോണ പോരാട്ടം നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാട്ടാക്കടയെ സംബന്ധിച്ചിടത്തോളം അത് ഇടതുപക്ഷത്തിന് അനുകൂലമാകുമോ UDFിന് അനുകൂലമാകുമോ BJPക്ക് അനുകൂലമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ സർവേ റിസൾട്ട് പോലെയാണെങ്കിൽ ഇടതുപക്ഷത്തിന് കാര്യങ്ങൾ അത്ര സേഫ് അല്ല എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അത് വോട്ട് ശതമാന കണക്ക് നോക്കുമ്പോഴത്തേക്കായാൽ പോലും വിജയസാധ്യത അത്ര വലിയ തോതിൽ ഒരു മുന്നിട്ട് നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതും വ്യക്തം തന്നെയാണ്. പക്ഷേ ജനങ്ങളുടെ ഒരു യഥാർത്ഥ വിധി അത് വരുമ്പോഴത്തേക്കും എന്ത് തരം മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്, ഇടതുപക്ഷത്തിന് കാട്ടാക്കട സീറ്റ് ഹാട്രിക് വിജയം നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാൻ സാധിക്കുമോ, അതല്ല ഒരു പരാജയം നേരിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും വോട്ട് പരമാവധി LDFിന് കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അത് BJPയിലേക്കും UDFിലേക്കും എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമായി കണക്കുകളിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. വിജയപരാജയങ്ങൾ നോക്കുമ്പോഴത്തേക്കും നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം മാത്രമാണ് നിലവിൽ LDFിന് കൊടുത്തിട്ടുള്ളത്. UDF അതോടൊപ്പം തന്നെ BJP കടുത്ത പോരാട്ടവുമായി തൊട്ടു പിന്നിലുണ്ട് എന്നുള്ളതും സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അട്ടിമറികൾ സാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് കാട്ടാക്കട കാണാൻ പറ്റും എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്.